പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായുള്ള ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ യാത്ര വൈകും. കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാത്തതാണ് യാത്ര വൈകാൻ കാരണം. 3 തവണ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് സുരക്ഷാ ആശങ്കയെ തുടർന്ന് ഇത് ഉപേക്ഷിക്കുകയായിരുന്നു. വിവരം നൽകാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം അത് വൈകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിഖില്, കൃത്യം 8:50 ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് ഉപരാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ എത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയും കാറ്റും മൂലം ഈ ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് 3 തവണ ഉപരാഷ്ട്രപതിയായിട്ട് എത്തിയിട്ടുള്ള ഹെലികോപ്റ്റർ 3 തവണ ഈ ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും ഈ ശക്തമായിട്ടുള്ള കാറ്റും ഒപ്പം തന്നെ മഴയും ഉണ്ടായതിനെ തുടർന്ന് ആ ശ്രമം ഉപേക്ഷിച്ച് തിരികെ കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു. അതായത് കൊച്ചി നാവികതാവളത്തിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതിനുശേഷം കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്താനുള്ള സാധ്യത സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. നമ്മൾക്കറിയാൻ സാധിച്ചത് ഉപരാഷ്ട്രപതിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തണമെന്ന് പിന്നെയും ആവശ്യപ്പെട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ തുടരാനായിട്ടാണ് പോലീസും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ആ ഉദ്യോഗസ്ഥരും തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ അതായത് 8 മണിക്ക് ശേഷം ഇവിടെ ഭക്തരെ നിയന്ത്രിച്ചിരുന്നു. എന്തായാലും ഉപരാഷ്ട്രപതിയുടെ ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട്, അതായത് ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നതോടുകൂടി ആ സുരക്ഷാ സംവിധാനങ്ങളിലൊക്കെ അതായത് ഭക്തരെയൊക്കെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം എത്തുകയാണെങ്കിൽ വീണ്ടും ഈ നിയന്ത്രണം ഏർപ്പെടുത്താനും നിയന്ത്രണം കടുപ്പിക്കാനും ഒപ്പം തന്നെ രാഷ്ട്രപതിയുടെ ദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാനും വേണ്ടിയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ തുടരുന്ന പോലീസിന്റെ സുരക്ഷയും അതേപോലെ തന്നെ പുറത്തുള്ള സുരക്ഷാ സംവിധാനങ്ങളും അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഒപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി ഉപരാഷ്ട്രപതി ക്ഷേത്ര ദർശനത്തിന് എത്താനായിട്ടുള്ള സാധ്യതയുമാണ് കാണുന്നത്. നിഖിൽ. ശരി സാനു, ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായുള്ള ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ യാത്ര വൈകും. കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാത്തതാണ് യാത്ര വൈകാൻ കാരണം. 3 തവണ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് സുരക്ഷാ ആശങ്കയെ തുടർന്ന് ഇത് ഉപേക്ഷിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും സാനു കെ സജീവ്.